അപ്പോൾ നമ്മൾ ഇന്നും ഒരുപാട് സമയം പാസ്റ്റിലാണ് ജീവിച്ചത്. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ചിലപ്പോൾ 5 വർഷം മുമ്പായിരിക്കാം, അല്ലെങ്കിൽ 10 വർഷം മുമ്പായിരിക്കാം, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പായിരിക്കാം നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം. ഒരാൾ നമ്മളോട് അങ്ങനെ പെരുമാറിയല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായല്ലോ, ഞാൻ അങ്ങനെ ചെയ്തല്ലോ, ഫീലിംഗ് റിഗ്രറ്റ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എങ്കിൽ ഞാനിപ്പോൾ കുറച്ചും കൂടി നല്ല അവസ്ഥയിൽ എത്തിയേനെ. അപ്പം നമ്മൾ ഇന്നും ഇന്നലകളിലാണ് ജീവിക്കുന്നത് കൂടുതൽ സമയം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിക്കുന്നത് നാളെകളിലാണ്. നാളെ ഇനി എന്താകും, ഇനി 5 വർഷം കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ, സാമ്പത്തികം, ഇതൊക്കെയാണ് ആൾക്കാർ പലപ്പോഴും വേവലാതിപ്പെട്ടിരിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ ഞാനെപ്പോൾ മരിക്കുമെന്ന് എനിക്കറിയില്ല. സോ ഞാൻ അതുകൊണ്ടാണ് ശരയോഗയിൽ വിശ്വസിക്കുന്നത്. ഈ നിമിഷത്തിന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇന്നലകളിൽ പോയി ഇനി ഒരു ചേഞ്ച് വരുത്താനും എന്നെ കൊണ്ട് പറ്റില്ല. നാളെക്കുറിച്ച് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഈ 5 മിനിറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പിന്നെ 5 വർഷം കഴിഞ്ഞുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഈ നിമിഷം മാത്രമാണ് ശരിയായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത്. പവർ ഓഫ് നൗ. ഈ നിമിഷത്തിലേക്ക് കണക്ട് ചെയ്യാനാണ് നമ്മുടെ പ്രാക്ടീസ്. ഈ നിമിഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് കൂടുതലായിട്ട് കർമ്മരാഹിത്യങ്ങളിലേക്ക്, നമ്മൾ കൂടുതലായിട്ട് ഓവറായിട്ടുള്ള കർമ്മങ്ങളിലേക്ക് മുഴുകാതെ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ജീവൻ മുക്ത അവസ്ഥയിലെത്തിയ ആൾക്കാർക്ക് അവർക്ക് കർമ്മം ചെയ്തതിന്റെ ഫലം അവരിലേക്ക് വരില്ല എന്ന് പറയുന്നു. അപ്പോ കർമ്മം, അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ഒരുപക്ഷെ ചോദിക്കും, അപ്പൊ അങ്ങനെ പിന്നെ എല്ലാവരും പോയിരുന്നു ഇങ്ങനെ. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരുപാട് സംഘർഷങ്ങളുടെ കാലമാണ്. ഒരുപാട് സംഘർഷങ്ങൾ ലോകത്ത് പല ഭാഗത്തും പല സംഘർഷങ്ങളും നടക്കുന്നുണ്ട്, അല്ലേ? നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അയാള് ഒരിക്കലും ഇങ്ങനെ ഒരു സാഹചര്യം പ്രതീക്ഷിക്കുന്നില്ല. സാഹചര്യം പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്, പെട്ടെന്ന് ഈ പോലൊരു സംഘർഷം ഉടലെടുത്തു. അയാളുടെ ജീവിതക്രമം ആകെ താളം തെറ്റി. അയാളുടെ അവിടെ എവിടെയാണ്, വിദേശത്താണെങ്കിൽ അയാളുടെ ജോലി, അയാളുടെ സാമ്പത്തികം, അയാളുടെ കുടുംബം, ഇതെല്ലാം ഒരു അനിശ്ചിതത്വത്തിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിമിഷം അയാൾ വല്ലാത്തൊരു ഒരു ഫ്രിക്ഷനിലേക്ക് അയാൾ പോയി. മാനസിക തലത്തിൽ അയാൾ ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടുണ്ടായി, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളൊരു അന്വേഷണം അയാൾ അവിടെ ആരംഭിച്ചു. നമഃ ശിവായ. ഈ സംഘർഷങ്ങളിലൂടെ ഒരു വ്യക്തി പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് സംഘർഷങ്ങളുടെ ഒരു സാഹചര്യത്തിൽ അയാൾ കടന്നു പോകുന്ന സമയത്ത് അപ്പോഴുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയിൽ അയാൾ ആകപ്പാടെ പതറിപ്പോകുന്നു. ഇനി ഇതിൽ നിന്ന് എനിക്ക് പുറത്ത് കടക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് അയാൾ വേവലാതിപ്പെടുന്നു. അയാളുടെ പാസ്റ്റ്, കഴിഞ്ഞ കാലം എത്ര സമ്പൽ സമൃദ്ധമായിരുന്നു, എത്ര സമാധാനമുള്ളതായിരുന്നു, ഇനി നാളെ എന്താവുമെന്ന് അറിയില്ല. അയാൾ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോയി. ആ സംഘർഷത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോയി. അയാളുടെ പ്രസന്റിൽ നിന്ന് അയാൾ ഔട്ടായി. അയാൾ പ്രസന്റിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് ഈ ഒരു അവസ്ഥ അതിജീവിക്കാൻ കഴിയില്ല. അയാൾ പരാജയപ്പെട്ടു. അയാൾ പ്രസന്റിൽ നിന്ന് ഔട്ടായോ അയാൾ പരാജയപ്പെട്ടു. അവിടെ അയാൾ ഈ പറയുന്ന മറ്റേതെങ്കിലും തരത്തിൽ അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതേ സാഹചര്യം തന്നെ മറ്റൊരു അവസ്ഥ, ഒരു വ്യക്തിക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു വ്യക്തി പെട്ടെന്നൊരു അസുഖബാധിതനായി. അയാളൊരു ക്യാൻസർ രോഗ ആശുപത്രിയിലേക്ക് എത്തി. അയാൾക്ക് അസുഖം വന്നിട്ട്. അപ്പോൾ ഇന്നലെ വിഷു ആയിരുന്നല്ലോ. ഈ സംഘർഷ ഭൂമിയിൽ ഇരുന്നവരും ഇന്നലെ പല മലയാളികളും ചിലപ്പോൾ വിഷു ആഘോഷിച്ചിട്ടുണ്ടാവും. ഈ ക്യാൻസർ രോഗ ആശുപത്രിയിലും വിഷു കണി ഒരുക്കിയിട്ടുണ്ടാവും. അവിടെയും വിഷു ആഘോഷിച്ചവരുണ്ടാവും. ഈ സംഘർഷ ഭൂമിയിൽ ഇരുന്നു കൊണ്ടും അവിടെ പ്രസന്റിൽ നിന്നുകൊണ്ട് ആ ബോധത്തിൽ വിഷുവിനെ കണ്ടവൻ പ്രാണബോധത്തിലാണ് കണി കണ്ടത്. പ്രാണബോധത്തിലാണ് അവിടെ ഭഗവാനെ കണക്ട് ചെയ്തത്. അവിടെ പ്രാണബോധത്തിലാണ് അവൻ അതിനെ ഉൾക്കൊണ്ടത്. അവൻ മാനസിക തലത്തിൽ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ട് അവിടെ വിഷുക്കണി കണ്ടിട്ട് കാര്യമില്ല. ഇവിടെ ചിലപ്പം RCCയിലേക്ക് പോകുമ്പോൾ 100 പേഷ്യൻസിന് അവിടെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് കുറേ പേര് സർവൈവ് ചെയ്യുന്ന ഒരു പ്രാണബോധത്തിൽ നിന്നാണ് അതിനെ സർവൈവ് ചെയ്യുന്നത്. അവിടെ ഒരുക്കിയ ആ വിഷുക്കണി അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വിഷുക്കണിയായിട്ട് അനുഭവപ്പെട്ടവരുണ്ടാവും. അത് പ്രാണബോധമാണ്. അവിടെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിത് വന്നത്, എന്ത് പൂർവ്വജന്മ ദോഷമാണ്, അല്ലെങ്കിൽ എന്ത് പാപം ചെയ്തു എന്ന് പറഞ്ഞവൻ മാനസിക തലത്തിൽ അതിനെ അവർ മാനസിക തലത്തിലാണ് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല.
അവർക്കതിനെ മറികടക്കാൻ പറ്റില്ല, അവരതിൽ പരാജയപ്പെട്ടു. അതെ, അതൊരു ഹയർ സെൽഫിലേക്ക് നമ്മൾ ഉയരണം. ആ ഹയർ സെൽഫിലേക്ക്, ആ പ്രാണബോധത്തിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ്. നമ്മൾ ആ പ്രാണബോധത്തിലേക്ക് അത് ഈ മാനസിക തലത്തിന്റെ നിരാസമല്ലല്ലോ. കാരണം ഈ പഞ്ചകോശങ്ങളിൽ ഒരെണ്ണം ഏറ്റവും ശക്തമായ തരം മാനസിക തലമാണ്. നിരസിക്കാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അംഗീകരിച്ചുകൊണ്ട് ഇതല്ല റിയൽ, ഇതിന്റെ മുകളിലേക്ക് ഒരു തലത്തിലേക്ക് പോകാം എന്ന് വിചാരിച്ചാൽ ഞാനിപ്പോ ഈ പുരാണങ്ങൾ പലപ്പോഴും വായിക്കുമ്പോഴും ശാസ്ത്രങ്ങൾ വായിക്കുമ്പോഴും അതിൽ പറയുന്ന കഥകളെ അന്ധമായിട്ട് പിന്തുടരാതെ കഥകളെ അന്ധമായിട്ട് പിന്തുടരാതെ ഞാൻ അതിനകത്ത് പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഡീകോഡ് പറഞ്ഞ പോലെ ഇത് തന്നെയാണ്. കാരണം എല്ലാവരും പറയുന്നത് തന്നെയാണ്, നമ്മുടെ ഈ ഒരു റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ അല്ല, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഇതിന്റെ അടുത്ത തരത്തിലേക്ക് പോകണം. നമ്മുടെ രാമായണത്തിൽ ബാലി എന്ന് പറയുന്ന എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ബാലി മനസ്സാണ്. ബാലി മനസ്സാണ്. നമുക്ക് ഇത് തന്നെ എടുക്കാമല്ലോ. നമുക്ക് ഈ എന്താ പറഞ്ഞ ഈ പാലാഴി മഥനം തന്നെ ഇതെല്ലാം നമുക്ക് ബാലി മനസ്സാണ്. ഈ മനസ്സിനെ നമുക്ക് ശത്രുവായി നേരെ പോയി പോലുമാരാണ് നമ്മുടെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളാണ് പാണ്ഡവര്. അറിയാം, എല്ലാ രീതിയിലും നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് നമുക്ക് ഒരിക്കലും മനസ്സിനെ നേരിട്ട് പോയി പരാജയപ്പെടുത്താം. പക്ഷെ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ഇതാണ്, അപ്പൊ ഇതിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റും. മുകളിലെ തലത്തിൽ നിന്നുകൊണ്ട് പ്രാണതലത്തിൽ നിന്നുകൊണ്ട് മനോന്മയ കോശത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പ്രാണബോധത്തിൽ നിന്നുകൊണ്ട് മനോന്മയ കോശത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ശരിക്കും ശരയോഗയിൽ ചെയ്യുന്നത്. അവിടേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ഡ്യുവാലിറ്റി, കൺഫ്യൂഷൻ, അങ്ങനെയാണോ സംഭവിച്ചത്, ഇങ്ങനെയാണോ സംഭവിച്ചത്, ഒന്നുമില്ല. സംഭവിച്ചെങ്കിൽ ഇറ്റ് ഈസ് എ റിയാലിറ്റി, ഇനി ഇതിനെ മറികടന്നേ സംഭവിച്ചെങ്കിൽ ഇറ്റ്സ് എ റിയാലിറ്റി, ഇനി ഇതിനെ മറികടന്നേ പറ്റൂ. ഇതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന് മറികടക്കാനുള്ള ആർജവമാണ് പ്രാണബോധത്തിലിരിക്കുന്നത്. ആ യാഥാർത്ഥ്യത്തെ മറികടക്കാനാകില്ല എന്നുള്ള ഒരു ഭയത്തിൽ കണ്ടെത്തുന്ന ന്യായീകരണങ്ങളാണ് മനസ്സിനിഷ്ടം. അതിനെ ബ്രേക്ക് ചെയ്തേ പറ്റൂ. സംഘർഷത്തിൽപ്പെട്ട ആളും ഈ പറയുന്ന ആ യാഥാർത്ഥ്യത്തിനെ അയാൾക്ക് പ്രാണബോധത്തിൽ നിന്നുകൊണ്ട് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ. അയാൾ ചിലപ്പോൾ ഈ വിദേശത്ത് ഇന്ന് നിൽക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നാളെ അയാൾക്ക് നാട്ടിൽ ജീവിക്കാൻ സാധിക്കും. പിന്നെ അതിന്റെ കൂടെ മറ്റൊരു കാര്യങ്ങളുണ്ട്. കാരണം സെമിറ്റിക് മതങ്ങളിൽ നോർമലി പറയുന്നത് മുകളിലിരിക്കുന്ന ദൈവം ഒരു വലിയ ഭരണാധികാരിയാണ്, അടിമയാണ്, മറ്റേതായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാം അങ്ങനെയല്ല, നമുക്ക് ലീലയാണ്. അപ്പൊ ഏത് രീതിയിൽ അപ്പൊ ഇതിന്റെ ഒരു വിധാതാവുന്ന ഒരാളുണ്ട്. ഇതിന്റെ ഈ പ്രപഞ്ചത്തിനെ ഇപ്പൊ നമ്മുടെ ഈ സ്വപ്ന ദർശന സിദ്ധാന്തം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ അല്ലെങ്കിൽ സൃഷ്ടാവ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരാൾ കാണുന്ന ഒരു സ്വപ്നമായിട്ട് കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ മനസ്സിൽ അദ്ദേഹം കാണുന്ന സ്വപ്നമാണ് ഇതെല്ലാമെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല, ഒരു വഴിയില്ല അല്ലെ. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ചിരിച്ചുകൊണ്ട് നമുക്ക് ഈ വരുന്നതെല്ലാം ഇങ്ങനെ ആയിരുന്നു പണ്ട്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ഇതാണ്, ഇവിടെ മുതൽ ഞാൻ അങ്ങോട്ട് ഹയർ സെല്ലിൽ പോകുന്നുണ്ടോ ഒരു യാത്ര. ഓക്കെ, കൺക്ലൂഷനിൽ നമുക്ക് നമ്മൾ പ്രാണബോധത്തിൽ മുന്നോട്ട് നമ്മൾ ഇവിടെ നിന്ന് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക്, കാരണം ഞാനത് ആക്സസ് ഇത് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കാണുന്ന ആളുകളുടെ മനസ്സിൽ, അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ചാനൽ കണ്ട ആളുകൾ ഞാൻ എങ്ങോട്ട് ചോദിക്കുന്ന നാക്കിടത്ത് ചോദ്യം തന്നെ ചോദിച്ചു. അപ്പൊ ഞാൻ അവിടെ കണക്ട് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അവസാന കൺക്ലൂഷൻ വളരെ നന്നായിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നത് മനസ്സിനാണ്. നമ്മൾ പ്രാണബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരം. അങ്ങ് പറഞ്ഞതുപോലെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും 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 ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ കർമ്മങ്ങളിലേക്ക് അത്രേ ഉള്ളൂ. നമ്മൾ ന്യായീകരണങ്ങൾ കണ്ടെത്തും. നമുക്ക് എന്ത് പരാജയം വന്നു കഴിഞ്ഞാലും നമ്മൾ എന്താണ് അതിന്റെ ശരിയായ കാരണമെന്ന് കണ്ടെത്താതെ നമ്മൾ ഈ പറയുന്ന മറ്റ് പല കാരണങ്ങളും കണ്ടോണ്ടിരിക്കും. ഇപ്പൊ വാൽമീകി എന്നെ ഇത്രയും ക്രൂരമായ പ്രവർത്തികൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇതെല്ലാം. കാരണം ഭാര്യയോട് ചോദിച്ചു പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിച്ചാൽ മതി. അതായിരുന്നു അദ്ദേഹത്തിനുള്ള ഒരു ബ്രേക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. പ്രസന്റിലേക്ക് പോയി ഈ നിമിഷത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഭൂതങ്ങളെല്ലാം പോട്ടെ, ഇനി അടുത്ത ഇതിലേക്ക് നമുക്ക് ഹയർ സ്റ്റേജിലേക്ക് പോകാനായിട്ട് നമുക്ക് അതുള്ള. അപ്പൊ അങ്ങയുടെ ഈ പദ്ധതിയിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങളോട് ചോദിക്കണം. കാരണം ഈ രോഗങ്ങളെയൊക്കെ ചികിത്സിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഇതിന് ശരയോഗത്തിൽ പ്രത്യേകമായ വിധാനങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ശരയോഗ വിധാനത്തില് നമ്മുടെ പ്രാണന്റെ നാഡികളിലൂടെയുള്ള സഞ്ചാരം നമ്മുടെ ആരോഗ്യത്തെ നമ്മളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം മലശരത്തിലൂടെയുള്ള പ്രാണനാണ്. രണ്ട്, നമ്മുടെ പ്രാണനിൽ അന്തർലീനമായിരിക്കുന്ന പഞ്ചഭൂത തത്വങ്ങളുടെ അനുപാതത്തിലെ വ്യതിയാനമാണ് ത്രിദോഷങ്ങളെ ജനിപ്പിക്കുന്നത്, വാതപിത്ത കഫം. അപ്പൊ ഇത് തന്നെയാണ് അസുഖങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രാണനിലുള്ളിലെ പഞ്ചഭൂതങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് ത്രിദോഷങ്ങളെയും നമുക്ക് ക്രമീകരിച്ചുകൊണ്ട് പോകാൻ പറ്റും. ത്രിദോഷങ്ങളെ ക്രമീകരിച്ച് നമുക്ക് ആരോഗ്യാവസ്ഥ കൈവരിക്കാൻ പറ്റും. പക്ഷെ ഇതൊരു ചികിത്സാ പദ്ധതി അല്ല. ഒരു ചികിത്സയ്ക്കും പകരം നിങ്ങൾക്കൊരു അസുഖമുണ്ട്, അപ്പൊ നിങ്ങൾ അതിന്റെ ശരിയായ ചികിത്സ എടുക്കാതെ ശരയോഗ പ്രാക്ടീസ് ചെയ്യാൻ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, മരുന്ന് പ്രതികരിക്കുന്നുണ്ട്, മരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. മരുന്ന് പ്രതികരിക്കുകയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല ചികിത്സ. അപ്പൊ ഈ പറയുന്ന ഒരു മെഡിസിൻ നമ്മളിൽ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ പ്രാണൻ അനുകൂലമായിട്ടിരിക്കും. അതിന് ശരയോഗ പ്രാക്ടീസ് സഹായിക്കും. വളരെ പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന അസുഖ ഉള്ള അവസ്ഥകളിൽ നമ്മുടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു അഡാപ്റ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശരയോഗ പ്രാക്ടീസ് തീർച്ചയായും
അപ്പൊ അങ്ങനെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന മേഖലകൾ ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ശരയോഗ ടീച്ച് ചെയ്യുന്നുണ്ടോ? അങ്ങനെ നമുക്ക് ശരയോഗ ശരിക്കും നമുക്കൊരു റിസർച്ച് ഫൗണ്ടേഷൻ നമുക്കുണ്ട്. സയൻസ് ഓഫ് ബ്രീത്ത് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ള പേരിൽ നമുക്കൊരു റിസർച്ച് ഫൗണ്ടേഷൻ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ശരബോധത്തിലേക്ക്, ഈ ശ്വാസബോധത്തിലേക്ക്, ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാനസിക തലത്തിലല്ലാതെ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ 100-300 പേരുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികൾ തന്നെയാണ് കൂടുതൽ പേര്, കുറച്ച് വിദേശികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഓൺലൈനിലാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ മറ്റൊരു നമ്മുടെ മേഖല എന്ന് പറയുന്നത് ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഈ ശരയോഗയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ, ചിന്താർമണിയുമായിട്ട് ബന്ധപ്പെട്ട് നേടിയ കുറച്ച് അറിവുകൾ, ഇതിനെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട്, അറിവിലും അനുഭവത്തിലും കുറേ കാര്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഞാനൊരു ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ 2021 ഡെവലപ്പ് ചെയ്ത് 2022 അതിന് സെൻട്രൽ പാറ്റന്റിംഗ് അതോറിറ്റിക്ക് ഓട്ടിസം സംബന്ധമായിട്ടുള്ള അവസ്ഥകളെ ലഘൂകരിക്കുന്നതിന്, ഓട്ടിസം ഭേദമാകുന്നതിനല്ല, ഓട്ടിസത്തിനുള്ള മെഡിസിൻ ഒന്നുമല്ല, ഓട്ടിസം സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ലഘൂകരിക്കുന്നതിനുള്ള ആ ഒരു ഔഷധം, ഔഷധമല്ല, ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇന്റേണൽ മെഡിസിൻ ഒന്നുമല്ല, എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാനുള്ള ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ കണ്ടെത്തുകയും അതിന് ഇന്ത്യൻ പാറ്റന്റ് അതോറിറ്റിക്ക് നമ്മൾ പാറ്റന്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു 2022. അപ്പോൾ നമ്മുടെ കേരളത്തിൽ അതിൻ്റെ സ്ക്രൂട്ടണി എല്ലാം പൂർത്തിയായി സെൻട്രൽ പാറ്റന്റിംഗ് അതോറിറ്റിയിലെത്തി. ഇപ്പോൾ 2026 ജനുവരിയിൽ എനിക്കത് പാറ്റന്റ് അനുവദിച്ച ഉത്തരവായിട്ടാണ് പാറ്റന്റ് അനുവദിക്കപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ പാറ്റന്റ് ലഭിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട്. ഇതിനു മുമ്പ് ലോകത്ത് ഒരു US പാറ്റന്റ് മാത്രമേ അനുവദിക്കപ്പെട്ടുള്ളൂ. അവരുടെ തന്നെ പാറ്റന്റ് സെർച്ച് ഹിസ്റ്ററി നമുക്ക് തന്നിട്ടുണ്ട്. ഒരു US പാറ്റന്റ് മാത്രമാണ് സമാന വിഷയത്തിന് മുമ്പ് ലോകത്തിൽ. റിസൾട്ട് എങ്ങനെയാണ്? റിസൾട്ട് നമ്മൾ ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിനിക്കൽ സ്റ്റഡീസ് ഒക്കെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കളക്റ്റീവ് പ്രശ്നങ്ങളാണ്. കുറേ ശാരീരിക പ്രശ്നങ്ങൾ, സ്ലീപ്പിംഗ് പാറ്റേൺ മാറുക, പിന്നെ അതുപോലെ തന്നെ സ്റ്റിഫ്ഡ് ബോഡി മൂവ്മെന്റ്സ്, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്, ഫിറ്റ്സ് പോലുള്ള അവസ്ഥകൾ, ഇതൊക്കെ അവർക്ക് വരാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഈ പറയുന്ന ഓയില് കുറച്ചു കാലം നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഈ അവസ്ഥകളെല്ലാം ലഘൂകരിക്കുന്ന, ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരുന്നതായിട്ട് പഠനങ്ങളിൽ നമുക്ക് അവിടെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പാറ്റന്റ് ലഭിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ഈ മേഖലയിലെ റിസർച്ചാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റന്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് ഈ പറയുന്ന ഇത്തരം അവസ്ഥകളിലുള്ള കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ മാനവരാശിക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകണം. ആ തരത്തിൽ അതിൻ്റെ പ്രവർത്തനത്തെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനോടൊപ്പം ശരയോഗയിൽ ഈ പറയുന്ന ശരബോധത്തിൽ, ശ്വാസബോധത്തിൽ, റിയാലിറ്റിയിൽ, പ്രസന്റിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ് നമ്മുടെ വിഷൻ, സയൻസ് ഓഫ് ബ്രീത്തിന്റെ വിഷൻ. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാത്തിനും ഒരു ഊർജ്ജമുണ്ട്, ഒരു ചൈതന്യമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് മനുഷ്യന്റെ ശരമാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ മൃഗങ്ങൾ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട് സഹജമായിട്ട് അവർ അതിലേക്ക് വരുമായിരിക്കും. കാരണം മൃഗങ്ങളുടെ കോൺഷ്യസ്നെസിനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. മൃഗങ്ങള് പ്രാണബോധത്തിലാണ് 100% അങ്ങനെയാണ്. പക്ഷെ അവർക്ക് അത് പറയാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഭൂമിക്ക് ഇപ്പൊ ഒരുപാട് തരത്തിലുള്ള ഈ വസുന്ധരായോഗം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മള് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ഭൂമിക്ക് കുറച്ച് ദോഷകാലം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭൂമിക്ക് റേക്കി അങ്ങനെയുള്ള പ്രാക്ടീസിലൊക്കെ ചെയ്യാറുണ്ട്. ഇവർക്ക് വേണ്ടി നമ്മൾ എനർജി ചെയ്യാറുണ്ട്, പ്രപഞ്ചത്തിന് വേണ്ടി ചെയ്യാറുണ്ട്. അപ്പൊ ശരയുഗയിൽ അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസുകളുണ്ടോ? പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിയുടെ ശരമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുവാണ്, നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ ഇവിടെ പഞ്ചഭൂത തത്വങ്ങളിൽ വായുതത്വത്തിന്റെ പ്രവർത്തനം നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രകൃതിയുടെ ശരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതി ഇപ്പോൾ ഇടശരത്തിലോ വലശരത്തിലോ ആണ്. പ്രകൃതിയാൽ തന്നെ സുഷുമ്ന പ്രവർത്തിക്കുന്ന സമയമുണ്ട്, ത്രിസന്ധ്യ. പ്രകൃതിയാൽ തന്നെ സുഷുമ്ന ആക്റ്റീവ് ആവുകയാണ്. അതുകൊണ്ടാണ് ആ സമയം നാമജപങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ പ്രകൃതിയാൽ തന്നെ ഇടശരവും വലശരവും ഒക്കെ പ്രവർത്തിക്കുന്ന സമയങ്ങളുണ്ട്. പ്രകൃതിയിൽ പഞ്ചഭൂത തത്വങ്ങൾ അധികരിക്കുകയും കുറയുകയും ചെയ്യുന്ന സമയമുണ്ട്. അതിനനുസരിച്ച് പ്രകൃതിയുടെ ശരത്തെ നമുക്ക് അറിയാനും നമുക്ക് നിയന്ത്രിക്കാനും സാധിച്ചാൽ നമ്മൾ ഈ പറയുന്ന അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. സാധ്യമാണ്. ഇതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശാരീരിക മാനസിക തലങ്ങളെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുക, അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. പ്രകൃതി എന്തായാലും അത് സ്വയം ക്രമപ്പെടുത്തിക്കൊള്ളും. അതെ.
അപ്പോൾ നിസ്സാരമായെന്ന് തോന്നുന്ന ഒരു ചോദ്യം, എന്നാലും വളരെ ഇതുവരെ നമ്മൾ എത്ര ചിന്തിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അതായത് ഇപ്പൊ നമ്മുടെ ലീല എന്ന് പറഞ്ഞു, പ്രപഞ്ചത്തിന്റെ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഈ പ്രകർഷണ അങ്ങനെ കാണുന്ന ഒരു സാധനമാണ്. അപ്പൊ അതന്നെ ഒരു തോന്നലാണ്, ഒരു മായയാണ്, ഇതെല്ലാം പറയുന്നത്. എങ്കിലും ആത്യന്തികമായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അപ്പൊ പലപ്പോഴും നമ്മൾ ദുഃഖം വരുമ്പോൾ ജീവിതത്തിന്റെ ഏറ്റവും വല്ലാത്തൊരു ഡെസ്റ്റിറ്റ്യൂട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്തിനായിരുന്നു ഇതെല്ലാം. അപ്പൊ അങ്ങയുടെ ഈ സഞ്ചാരപഥങ്ങളിൽ എവിടെയെങ്കിലും അങ്ങനെ ചോദ്യം മനസ്സിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ആൻസർ ഉണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ ഡ്യുവാലിറ്റി ദ്വൈതത്തിനെ ഞാൻ ജയിച്ചിട്ട് കുറച്ചു കാലമായി. ഇപ്പൊ ചോദ്യങ്ങൾ ഉടലെടുക്കാനുള്ള സമയം പ്രാണം തരാറില്ല, ഉത്തരങ്ങളിലേക്കാണ് പോകാറ്. കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും വരുന്നത് പോലെ അക്സെപ്റ്റ് ചെയ്യാൻ പോവുക, അത്രേ ഉള്ളൂ. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും രസകരമായ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അറിവുകളും വളരെ ആഴത്തിലുള്ളതാണ്, തീർച്ചയായിട്ടും വളരെ മനോഹരമായിരുന്നു. ഓക്കെ. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ന് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഒന്നും ആകസ്മികമല്ല, എല്ലാം യഥാർത്ഥത്തിൽ പ്ലാൻഡ് ആണ്. ഇന്ന് ഏർലി മോർണിംഗ് ആണ് കണ്ണൂരിൽ നിന്ന് എത്തിയത്. 2 ദിവസം കണ്ണൂരായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഇന്നലെ രാത്രിയാണ് ശരിക്കും കൺഫേംഡ് ആയിരുന്നു. അദ്ദേഹം വിളിച്ചു. അപ്പൊ രാവിലെ തന്നെ ഞാൻ ആക്ച്വലി ആഫ്റ്റർനൂൺ വരാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം രാവിലെ അദ്ദേഹം ഉച്ചശേഷം പ്രോഗ്രാം ഉള്ളത് കൊണ്ട് രാവിലെ വരികയും നമ്മുടെ മുൻകൂർ വേറെ ധാരണകളൊന്നുമില്ല, ജസ്റ്റ് ഒരു സംഭാഷണം ആദ്യമായിട്ട് കാണുന്നു. നമ്മൾ വളരെ കുറച്ച് വേറെ ഒന്നും അങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കാതെയാണ് നമ്മുടെ ഇന്റർവ്യൂവിന് വന്നിട്ടുള്ള ആൾക്കും അറിയാം, നോർമൽ ആയിട്ടുള്ള ഒരു ടോക്കാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും അനുകൂലമായി. അപ്പൊ തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകരും ഈ എന്താ പറയുക, ഒരു മാനസിക തലത്തിൽ നിന്ന് ഒരു അടുത്ത തലത്തിലേക്ക് ഉയരാനായിട്ട് ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ ഉപകരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അങ്ങയുടെ വലിയ ജ്ഞാനവും അതുപോലെ തന്നെ വലിയ വലിയ എന്താ അനുഭവ സമ്പത്തും ഒക്കെ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുള്ള സന്തോഷം. തീർച്ചയായിട്ടും വിലപ്പെട്ട സമയം ഇങ്ങനെയാണ് ഇത് വിലപ്പെട്ടതാവുന്നത്. വിലക്കപ്പെട്ട സമയങ്ങൾ നമ്മൾ വിലപ്പെട്ടതാക്കി മാറ്റുകയാണ്. ശരി ശരി.